നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സ്കാമിനെ കുറിച്ചാണ് അവസാന വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന നിക്ഷേപക സ്ഥാപനം ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു 40,000 കോടിക്ക് മുകളിൽ കൊണ്ടുപോയി എന്നാണ് സെബി പറയുന്നത്. അപ്പോൾ അത് അവർ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് സെബി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അന്വേഷണങ്ങൾ നടക്കുന്നു. അത് നല്ല രീതിയിൽ ഒരു വാർത്തയായി വരുന്ന ചർച്ചയാവുന്നത് ദിവസം തന്നെയാണ് ക്ലോസിംഗ് വെള്ളിയാഴ്ച നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താകുമെന്ന് ശരിക്കും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സെബിയുടെ റൂളിനകത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു തന്നെയാണ് അവർ ഇത് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലായ അന്വേഷണം നടന്ന് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. സെബി പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ ഓപ്ഷൻ ട്രേഡിങ്ങിലും ഒക്കെ നടത്തിയ മാൽ പ്രാക്ടീസാണ് ഇതിന് വഴിവെച്ചതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ലാഭം എടുത്തു എന്നേ ഉള്ളൂ. അവർ പറയുന്നതനുസരിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ഉള്ള കുറച്ച് ഷെയറുകൾ അവർ ബൾക്കായി വാങ്ങാൻ ശ്രമിക്കും. അപ്പോൾ വാങ്ങുന്ന ഉടനെ സ്വാഭാവികമായും അവയുടെ വില ഉയരുന്നു. വില ഉയരുമ്പോൾ അതിന് പുട്ട് ഓപ്ഷൻ്റെ വിലകൾ താഴോട്ട് വരുന്നു. താഴെ വരുന്ന സമയത്ത് അവർ പുട്ട് ഓപ്ഷനുകൾ വാങ്ങുന്നു. അതിനുശേഷം അവർ ഈ നേരത്തെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഷെയറുകൾ കൂട്ടത്തോടെ വിൽക്കുന്നു. അപ്പോൾ ആ ഷെയറുകൾ ഇടിയുമ്പോൾ തീർച്ചയായിട്ടും അവർ വാങ്ങിയിട്ടുള്ള പുട്ട് ഓപ്ഷനുകൾക്ക് വില ഉയരുന്നു. അത് വിറ്റ് കാശാക്കുന്നു. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് സെബിയുടെ റൂൾ അനുസരിച്ചോ അല്ലെങ്കിൽ ആ ട്രേഡിങ്ങിന് അനുവദനീയമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. പക്ഷെ അവരത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കൃത്യമായി അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇതുപോലെ തന്നെയാണ് എല്ലാ സ്കാമുകളും ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളിൽ, അതായത് സെബിയുടെ നിയമത്തിൽ കളിക്കാവുന്ന ലൂപ്പ് ഹോളുകളിൽ നിന്ന് തന്നെയാണ് പല സ്കാമുകളും ഉയർന്നു വന്നിട്ടുള്ളത്. അത് ഹർഷത് മേത്ത മുതൽ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഹർഷത് മേത്ത കണ്ടെത്തുന്നത് കൊണ്ടാണല്ലോ അയാൾക്ക് ആ രീതിയിൽ കളിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ജെയിൻ സ്ട്രീറ്റ് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത്രയും ക്യാഷ് ഒന്നിച്ച് ബൾക്കായിട്ട് 10,000 കോടി രൂപ ഷെയറുകളിലേക്ക് ഇറക്കിയിട്ട് കളിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്യാതിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും സ്വാഭാവികമായും ചെയ്യുന്ന ഒരു രീതിയും ഇത് തന്നെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ അത്രമാത്രം ക്യാഷ് ഒരു ദിവസം ഇറക്കാത്തത് കൊണ്ടായിരിക്കാം അതിനകത്ത് അങ്ങനെയുള്ള ഓപ്ഷനുകൾ അവർ പിന്തുടരാത്തത്. അല്ലെങ്കിൽ അവരും ഇതുപോലെ തന്നെ ചെയ്യും. കാരണം ലാഭം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ ട്രേഡിങ്ങിലെ ഉദ്ദേശം. അതിനൊരു സാധ്യത സെബി കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആരാണത് ഉപയോഗപ്പെടുത്താതിരിക്കുക? എന്നിട്ടത് സ്കാമാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതിൽ എന്താണ് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പർപ്പസ് ആയിട്ട് ഇവർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അവരവർ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം പ്രവർത്തിക്കുന്നത്. അവർ 1000 കോടി രൂപ ഒരു ദിവസം പർച്ചേസ് ചെയ്യുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവും. അത് ചെറിയ രീതിയിലായിരിക്കും ചിലപ്പോൾ. ഇത് വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ആ ദിവസം തന്നെ അവർ കൈയൊഴിയുകയും വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പിടിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ജെയിൻ സ്ട്രീറ്റ് ഒരു ചൂണ്ടുവല തന്നെയാണ്. ഇതുപോലെയുള്ള മാൽ പ്രാക്ടീസുകൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ തീർച്ചയായിട്ടും ഒരുപാട് മാൽ പ്രാക്ടീസുകൾക്കും ഒരുപാട് ഇതുപോലുള്ള ഇടപെടലുകൾക്കും സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. എല്ലാവരും അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എത്രമാത്രം പഠിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാലും ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ ഇത് വഴിതിരിച്ചു വിടപ്പെടുകയും സാധാരണക്കാരൻ്റെ ക്യാഷ് പോവുകയും ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണല്ലോ സെബി തന്നെ പറഞ്ഞിരിക്കുന്നു 98% പേരും ഓപ്ഷൻ ട്രേഡിങ്ങിൽ നഷ്ടം സംഭവിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ നഷ്ടമാണ് അവർ നേടുന്നത് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് ആ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾക്ക് സാധാരണ രീതിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓർഡിനറി റീറ്റെയിലേഴ്സിന് ഒരിക്കലും പറ്റിയ ഒരു മേഖലയാണ് ഓപ്ഷൻ എന്ന് ഞാൻ വിചാരിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളുടെ ഇടയിൽ ഒന്നും പറയാത്തത്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇതുപോലുള്ള വലിയ ചതിക്കുഴികൾ ഇരിക്കുന്നുണ്ട്. മാർക്ക് മോബിയസ് പറഞ്ഞത് നിങ്ങൾക്കറിയാമായിരിക്കും. മോസ്റ്റ് കറ്റാസ്ട്രോഫിക് വെപ്പൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഏകദേശം ഒരു ധാരണ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? ഏറ്റവും ഡേഞ്ചറസ് ആയ ബോംബാണത്. അത് പൊട്ടും. അപ്പോൾ അത് നിങ്ങളുടെ പണത്തെ മൊത്തം പൊട്ടിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ രീതിയിലാണ് ഇന്ത്യയിലെ എന്തായാലും ഓപ്ഷൻ ട്രേഡിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സാധാരണ വരുന്ന പുതിയ ആളുകളൊക്കെ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുകയും അതിൽ ചെന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം. സെബിയുടെ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായും അത് മനസ്സിലാകുന്നുണ്ട്. സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ട്രേഡിങ്ങിലല്ല ഇഷ്ടപ്പെടുന്നവരെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാർഗങ്ങളിലേക്ക് തന്നെ പോകണം. സെബിയുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിലാവാം, ഷെയറുകളിലാവാം, ഇതുപോലെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ നിക്ഷേപത്തിനുണ്ട്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിനെ അതിൻ്റേതായ രീതിയിൽ മാത്രം നിങ്ങൾ കണ്ടുകൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ആണ് ഞാൻ പറയുന്നത്. എനിവേ, അതാണ് ജെയിൻ സ്ട്രീറ്റിൻ്റെ കഥകൾ. ഇത് മാർക്കറ്റിൽ എന്തൊക്കെ ചലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. എല്ലാ രീതിയിലും അവർ നടത്തിയിരിക്കുന്നത് വെട്ടിപ്പാണ്, അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് ആണ്, സ്കാമാണ് എന്നൊന്നും പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സെബി അന്വേഷിച്ച് എന്താണെന്ന് തീരുമാനിക്കട്ടെ. എനിവേ, നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഇനി ക്വാർട്ടർലി റിസൾട്ടുകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. ധനലക്ഷ്മി ബാങ്കിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്ന് അവർ പുറത്തുവിട്ടത് നല്ല റിസൾട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 28% ഗോൾഡ് ലോണിൽ വളർച്ചയുണ്ട്, 17% അവരുടെ റവന്യൂവിൽ വളർച്ചയുണ്ട്. അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ധനലക്ഷ്മി ബാങ്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊരു കാര്യമുള്ളത്, ഈ ക്വാർട്ടർലി റിസൾട്ടുകൾ വരുന്നതിന് മുന്നോടിയായിട്ട് അനലിസ്റ്റുകളും ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഒക്കെ നടത്തിയ ഒരു അനലിസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് IT മേഖലയിൽ ഇപ്പോൾ ഉടനെ തന്നെ റിസൾട്ടുകൾ വരുന്ന മിഡ് ക്യാപ്പ് ഓഹരികൾ മികച്ച നിലവാരം പുലർത്തും, അല്ലെങ്കിൽ എല്ലാത്തിനും വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതായത് മിഡ് ക്യാപ്പ് ഓഹരികളാണ് IT ലാർജ് ക്യാപ്പിനേക്കാളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് അവർ കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ കോഫോർജിനൊക്കെ അവർ 7% റവന്യൂ വർധന ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുന്നത് ഈ ക്വാർട്ടറിൽ. അതുപോലെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്, എംഫസിസ്, ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്നവർ കണക്ക് കൂട്ടുന്നു. TCS, ടെക് മഹീന്ദ്ര, വിപ്രോ, ഇതിനേക്കാളൊക്കെ മികച്ച റിപ്പോർട്ടുകൾ മറ്റ് മിഡ് ക്യാപ്പ് ഓഹരികൾ പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്നാക്കി നല്ലതാണ്. മിഡ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില പ്രോസ്പെക്ട്സുകൾ ഉണ്ടാകും. ആ മേഖലയാണ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ മാർക്കറ്റിൽ ഇങ്ങനെ വരും. ഓരോ സമയത്തും നിങ്ങൾക്ക് നോക്കിയാൽ പല സെക്ടറുകളിലും, ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് വന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് സെക്ടറാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ അതുപോലെയുള്ള റിസൾട്ടുകൾ വരുന്നതിന് മുന്നോടിയായി ഇങ്ങനെയുള്ള കമ്പനികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഷെയറുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. കുറഞ്ഞ കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റേ ഇൻഫോസിസ് അതിൽപ്പെടും. ഇൻഫോസിസും 2% വളർച്ച കാണിക്കുമെന്ന് പറയുന്നുണ്ട്. മറ്റുള്ള വമ്പൻ ഇതൊക്കെ മൈനസ്, അതായത് വളർച്ച കുറയാനാണ് സാധ്യത, അല്ലെങ്കിൽ ലാഭം കുറയാനാണ് സാധ്യത എന്നാണ് അവരുടെ റിപ്പോർട്ടുകളിലെല്ലാം കാണിച്ചിട്ടുള്ളത്. അനലിസ്റ്റുകളെല്ലാവരും പറയുന്നത് TCS 2% ഇപ്പോൾ താഴോട്ട് പോകുമെന്നാണ് റിസൾട്ടിൽ. അതുപോലെ തന്നെയാണ് മറ്റേ ടെക് മഹീന്ദ്ര ഏകദേശം 1% മൈനസ് കാണിക്കും, അല്ലെങ്കിൽ കുറയും റവന്യൂവും പ്രോഫിറ്റൊക്കെ. HCL ടെക്ക്, വിപ്രോ ഏകദേശം 3% താഴെ വരുമെന്നൊക്കെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്.
1% പ്രോഫിറ്റിലും നെറ്റിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകുമെന്ന്, കുറയുമെന്ന്. അപ്പോൾ അതുപോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത്തരം ഷെയറുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. റിസൾട്ടിനോടനുബന്ധിച്ച് ചില ചലനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അറിയാനും അതിനകത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നറിയാനും ഒക്കെ ആയിട്ട് റിസൾട്ടുകളൊന്ന് വാച്ച് ചെയ്യുക. റിസൾട്ടിൽ മെച്ചപ്പെടുന്ന റിസൾട്ട് വരുന്ന കമ്പനികളിൽ നിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുക, ഷോർട്ട് ടൈമിലേക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ ഉടനെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ. മറ്റൊന്ന്, ഒരു റിപ്പോർട്ട് കണ്ടത് IPOക്കാരിങ്ങനെ കൂട്ടത്തോടെ ഓടി വരുന്നു എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിൽ നിന്ന് ക്യാഷ് വാരിയെടുക്കാൻ എല്ലാ കമ്പനികളും തയ്യാറാകുന്നു. സ്റ്റാർട്ടപ്പുകാരൊക്കെ ഒരുപാട് പേര്, അതും ന്യൂ ഏജ് കമ്പനികൾ, ഇവരൊക്കെ കൂടി ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു, IPOയുമായി വരുന്നു. ഈ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ DRHP ഫയൽ ചെയ്തിരിക്കുന്നത്, അതായത് റെഡ് ഹെർട്ട് പ്രോസ്പെക്ട്സ് സെബിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് 123 കമ്പനികളാണ്. കഴിഞ്ഞ വർഷത്തെ കാലയളവിനെ അനുബന്ധിച്ച് നോക്കിയാൽ ഇരട്ടിയിലേറെ കമ്പനികൾ മുന്നോട്ട് വരികയാണ്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ കാലയളവിൽ ഒരു 52 കമ്പനികളാണ് IPOയ്ക്ക് വേണ്ടി ഇത് ഫയൽ ചെയ്തിരുന്നെങ്കിൽ ഇത്തവണ 123 കമ്പനികൾ സെബിയിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് ഇവരെല്ലാവരും കുതിച്ചെത്തുന്നു എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ക്യാഷ് ഫ്ലോ കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റിലേക്ക് ഒരുപാട് ഇറങ്ങി വരും. ആ സമയത്ത് നമുക്ക് വാരിയെടുത്ത് രക്ഷപ്പെടാം എന്നുള്ള സങ്കല്പത്തോടെ വരുന്ന ഒരുപാട് കമ്പനികളും ഉണ്ടാവും. അത് തന്നെയല്ല, വമ്പൻ IPOകളായ NSEയുടെയും ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കാര്യം കാണുക അല്ലെങ്കിൽ ക്യാഷ് വാരുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും പല കമ്പനികളും വരുന്നത്. ഈ കമ്പനികളിലേക്ക് അടിസ്ഥാനം എന്താണെന്നും എല്ലാം നമ്മൾ വെച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഈ IPOകളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ന്യൂ ഏജ് കമ്പനികൾ പലതും എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. അതിൻ്റെ ആസ്തി എന്താണെന്നറിയില്ല, അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതൊക്കെ പ്രവർത്തനം തുടങ്ങി പലതും പല രീതിയിൽ വന്നിട്ടുള്ള കമ്പനികളോ നിങ്ങൾ അറിയുന്ന കമ്പനികൾ തന്നെയാണ്. മീഷോ, ഗ്രോ, പൈൻ ലാബ്സ്, ഇതൊക്കെ ഉണ്ട് ഈ ലിസ്റ്റിൽ. അതിൻ്റെ കൂടെ NSDL വരാൻ പോകുന്നു, NSE. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അതിനകത്തുനിന്ന് നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെ ഒരു നല്ല ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഇത്തരം കമ്പനികളൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സമയമാണെന്നുള്ളത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് മാർക്കറ്റ് മുന്നോട്ട് കുതിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇതുപോലുള്ളവരെല്ലാം ചാടി വീഴുന്നത്. കാരണം ക്യാഷ് മാർക്കറ്റിലേക്ക് വരും, മാർക്കറ്റിൽ നിന്ന് അത് എടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് എല്ലാ കമ്പനികൾക്കും ഉള്ളത്. അത് കാരണം തന്നെയാണ് ഇത്രയും നീണ്ട ലിസ്റ്റ് കമ്പനികളുടെ IPOയുമായി വരുന്നത്. ഉടനെ തന്നെ ഉണ്ടാകും ഒരു 6-7 എണ്ണമൊക്കെ അടുത്ത മാസം, അതിനടുത്ത മാസമൊക്കെ ആയിട്ട് നല്ല വലിയ ലിസ്റ്റിങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ വരുന്നത് മാർക്കറ്റിന് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ്. കൂടുതൽ കമ്പനികൾ വരുന്നു, മാർക്കറ്റിൻ്റെ അസ്ഥിവാരം വിടർന്ന് വിശാലമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റ് എന്നും ശക്തമാകാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇതുപോലെയുള്ള കമ്പനികൾ വരുന്നത്. അതും സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് ലിസ്റ്റിൽ വരുന്നു. അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിനിടയിലാണ് നമ്മളുടെ ട്രംപിൻ്റെ ഭീഷണികൾ വരുന്നത് താരിഫ് സംബന്ധിച്ച്. അവിടെ സെനറ്റിലൊരു പേഴ്സണൽ ബില്ല് വരുന്നുണ്ട്. അതായത് 500% ഇന്ത്യക്കും ചൈനയ്ക്കൊക്കെ താരിഫ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബില്ലാണ്. അത് പാസ്സാകുമെന്ന് പറയുന്നു. എനിവേ, അത് പാസ്സായാലും ഇല്ലെങ്കിലും ഒക്കെ അത് വലിയ സ്വാധീനം നമ്മളുടെ ഇടയിൽ ചെലുത്തുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെയൊക്കെ ട്രംപ് ആ രീതിയിൽ തന്നെയാവും കാണുക എന്ന് പറയാനായിട്ടില്ല. ട്രംപ് നടത്തിയ ഭീഷണികളെല്ലാം പൊളിഞ്ഞു പോയതാണ് ഈ കണ്ട ചരിത്രമുള്ളത്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ S&Pയും നാസ്ഡാക്കൊക്കെ എല്ലാ കാലത്തെയും ഉയർന്ന നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കണ്ട. അതുപോലെ തന്നെ മാർക്കറ്റിന് എപ്പോഴും ഏറ്റവും കൂടുതൽ ചലനമുണ്ടാക്കാൻ കഴിവുള്ള സംഗതികളാണ് ഈ S&Pയുടെയും ഇതിൻ്റെയൊക്കെ ഉയർച്ച എന്ന് പറയുന്നത്. അത് മറ്റു മാർക്കറ്റുകളിലേക്ക് തീർച്ചയായിട്ടും വ്യാപിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ മാർക്കറ്റിന് അത് പ്ലസ് ആയിട്ട് തന്നെ കാണാവുന്ന ചില കാര്യങ്ങളാണത്. എനിവേ,
ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ക്വാർട്ടർലി റിസൾട്ട് വരുന്നു, അതിനകത്ത് ഇങ്ങനെയുള്ള ചില ന്യൂസുകൾ വരുന്നുണ്ട്. അതായത് മിഡ് ക്യാപ്പ് ഓഹരികളാണ് മുന്നേറാനുള്ള സാധ്യതയുള്ളത്, അല്ലെങ്കിൽ പ്രവർത്തന റിപ്പോർട്ടുകളിൽ മികച്ച റിപ്പോർട്ടുകൾ പുറത്തുവിടാനിടയുള്ളത് ലാർജ് ക്യാപ്പുകളെ ആയിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ IT മേഖലയിൽ നിന്ന്. അത് ശ്രദ്ധിക്കുക. IPO റഷ്, IPO ശക്തമായി മുന്നോട്ട് വരുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിനെ നിങ്ങൾ കാണുക. നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള ഷെയറുകൾ എങ്ങനെയാണെന്ന് മാത്രം വാച്ച് ചെയ്യുക, അതിൻ്റെ റിസൾട്ടുകൾ വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഇതിൽ പോകുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകുകയില്ല. നല്ല ഷെയറുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയറുകളുടെ വളർച്ചയായിരിക്കും നമ്മളുടെ ശ്രദ്ധ. അതാണ് വേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ തുടരുക. നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രതികരണങ്ങളിലാണ് വേണ്ടത്. നിങ്ങളാണ് എൻ്റെ ശക്തി. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വീണ്ടും കാണുന്നവരെ നമസ്കാരം.